നമസ്കാരം. ഏവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്ന് ചേരും. ചിലരുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറയും, ചിലരുടെ ജീവിതത്തിൽ നേരെ തിരിച്ചാകും കാര്യങ്ങൾ. എന്നാൽ അമ്മ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. അമ്മയുടെ 2 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനായി ഏവരും ഒരു നിമിഷം അമ്മയെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട കാര്യങ്ങൾ തന്നെ വന്നു ചേരണം എന്ന് അമ്മയോട് ഒരു നിമിഷം ഏവരും പ്രാർത്ഥിക്കുക. അമ്മ നൽകുന്ന സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുകൂടി പ്രാർത്ഥിക്കുക. ഏവരും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം, അമ്മയുടെ ചിത്രങ്ങളിൽ 2 ചിത്രങ്ങളിൽ ആദ്യം കാണുന്ന ചിത്രം ഏതോ ആ ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടദേവതാ നാമം രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അമ്മയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് നാമങ്ങളാണ് എങ്കിലും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായ ചില നേട്ടങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അമ്മയുടെ കടാക്ഷത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏത് കാര്യത്തിനായി പ്രവർത്തിക്കുകയാണ് എങ്കിലും ആ കാര്യം അമ്മയെ പ്രാർത്ഥിച്ചതിന് ശേഷം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ വിജയത്തിലെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്ത് ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. തൊഴിൽപരമായി തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാകാം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച വന്ന് ചേരുന്ന കാര്യങ്ങളായി അത് മാറും. വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം തന്നെ വന്നു ചേരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാലതാമസമുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ദേവിയെ പ്രാർത്ഥിച്ച് അമ്മയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ശത്രുദോഷമുണ്ടായിരുന്നു, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭയം, അതിനാൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, നീതിന്യായ കാര്യങ്ങളിൽ പല രീതിയിലുള്ള ആശങ്കകൾ, അതായത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. പിതൃദോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ഒരു പരിധിവരെ കുറയുന്ന അവസരങ്ങൾ തന്നെ സംജാതമാകും. കൂടാതെ ഈ സമയം ദേവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ ഉയർച്ച, അതേപോലെ തന്നെ മനസ്സിലുള്ള മാനസികപരമായ ക്ലേശങ്ങൾ എന്നിവ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലുമായി തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വഴി മാറുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാകുന്നു.
കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്ന് മോചനം ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഒന്നാമത്തെ ചിത്രം അഥവാ ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത്. അമ്മയുടെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. സമൃദ്ധിയും അതേപോലെ തന്നെ സുഖകരമായ ദാമ്പത്യ ജീവിതവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് അമ്മയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഇതിനുള്ള അവസരങ്ങൾ അമ്മ നിങ്ങൾക്ക് നൽകും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആ കാര്യവും ഓർക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കുന്നതിലൂടെ തീർച്ചയായും ആ തടസ്സങ്ങൾ വഴി മാറുക തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ മാറണം എന്നില്ല, എന്നാൽ ക്രമേണ അത്തരം തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. വിവാഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. സൽസന്താന യോഗം നിങ്ങൾക്കുണ്ട്. അമ്മയുടെ കടാക്ഷത്താൽ സൽസന്താനത്തെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ശുഭകരമായ വാർത്തകൾ സൽസന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരും. ലളിത സഹസ്രനാമം തീർച്ചയായും നിങ്ങൾ പാരായണം ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക. കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ഒരു സമയമാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം വന്നു ചേരും, അല്ലെങ്കിൽ സന്താനങ്ങളാൽ ഉയർച്ച വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. കാലതാമസം ഏർപ്പെട്ടാൽ പോലും അല്ലെങ്കിൽ നേരിടേണ്ടതായി വന്നാൽ പോലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക. വീടുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാകും. വീട് മോടി പിടിപ്പിക്കുക, പുതുക്കി പണിയുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമതകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഉണ്ട് എങ്കിൽ പോലും അത് ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. സന്താനങ്ങൾ ഉള്ളവരാണ് എങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. തൊഴിൽ ലഭിക്കുക, അതേപോലെ തന്നെ വിവാഹം നടക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക, തൊഴിൽപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക, പേരും പ്രശസ്തിയും സമ്പാദിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കൂടാതെ ഉയർച്ച നൽകുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇത് അമ്മയുടെ കടാക്ഷത്താൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. സമ്പൽ സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അമ്മയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും അമ്മയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ തീർച്ചയായും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതല്ല എങ്കിൽ ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയെങ്കിലും ചെയ്യേണ്ടത് അനിവാര്യമാണ്.